ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഹൊറർ റീഡിംഗ് വ്ലോഗായിട്ടാണ്. ഏതൊക്കെ ബുക്ക് വായിക്കണം ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഫസ്റ്റ് ആയിട്ട് ഞാൻ വായിക്കാൻ പോകുന്നത് തിങ്സ് ഹാവ് ഗോട്ടൺ വേഴ്സ് ബൈ എറിക് ലെറോക്ക. അപ്പോൾ എറിക് ലെറോക്ക ഭയങ്കര ഹൊറർ എഴുതുന്ന ഓതറാണ്. അപ്പം ഞാൻ ഒരു ബുക്ക് എങ്ങാണ്ട് വായിച്ചിട്ടുള്ളൂ ആ ഓതറിൻ്റെക്കുന്നത്. സോ ഇതെനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരുപാട് പേര് പറഞ്ഞതാണ്, നല്ല അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഇങ്ങനത്തെ ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഭയങ്കര അൺസെറ്റിലിംഗ് ആക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ വയറ്റിലുള്ളതൊക്കെ ഇങ്ങനെ പോരുന്ന രീതിയിലൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ തരില്ലേ. അപ്പോൾ അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ തരുന്ന ഹൊറേഴ്സ് എനിക്ക് വായിക്കുന്നത് പൊതുവെ ഇഷ്ടമാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇതൊരു വെരി ഷോർട്ട് ബുക്കാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ച് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഹലോ, ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് 2 hours ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഓഡിയോ ബുക്ക്. ലൈക്ക് 114 pages എങ്ങാണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ഹൊറർ നോവലയുടെ പ്രത്യേകത. ഹൊററിൽ മാത്രമേ ഇങ്ങനത്തെ നോവലാസ് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഹൊററിൽ നമുക്ക് ക്യാരക്ടേഴ്സിനായിട്ട് അധികം ബിൽഡപ്പോ അല്ലെങ്കിൽ വേൾഡ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനായിട്ടുള്ള കണക്ഷൻസ് ഒന്നും വേണ്ട. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും ഹൊറർ നോവലാസ്. ആൻഡ് അതുകൊണ്ട് നിങ്ങളൊരു ഹൊറർ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഹൊറർ നോവലാസ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ആൻഡ് ഈ ബുക്ക് എനിക്ക് അത്രയൊന്നും ഇഷ്ടമായില്ല. ലൈക്ക് 3 star ആയിരുന്നു. ഞാൻ ഈ ഓതറിന് കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. കാരണം ഇത് കുറച്ച് ഹൈപ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെത്ര ഹൈപ്പ് ഒന്നും. എനിക്കിത് അത്രയും സ്കെയറിയോ അല്ലെങ്കിൽ ഡിസ്കസ്റ്റിങ്ങോ ഒന്നും ആയിരുന്നില്ല. കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് എന്താ പറയാ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് ബുക്കിൽ. അതൊഴികെ എനിക്ക് ഇതൊരു ആവറേജ് ആയിരുന്നു. സോ ഇത് സ്റ്റോറീസ് അബൌട്ട് 2 പെൺകുട്ടികൾ ഓൺലൈനായിട്ട് മീറ്റ് ചെയ്യാണ്, സോയി ആൻഡ് ആഗ്നസ്. അപ്പം ആഗ്നസിനൊരു ആൻറ്റിക് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഓൺലൈനിൽ പോകുന്നത്. ആൻഡ് ദെൻ സോയി ആണ് അത് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അവർ ഈ ബുക്ക് ത്രൂ ഔട്ട് ഇമെയിൽ ഫോമിലാണ് അല്ലെങ്കിൽ ചാറ്റ് പോലെയാണ് ഈ ബുക്ക് പോകുന്നത്. അപ്പം ത്രൂ ഔട്ട് അവർ തമ്മിൽ അങ്ങനെ ചാറ്റ് ചെയ്ത് അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പോലെ പോവാണ്. അവർ തമ്മിൽ കൂടുതൽ അടുത്ത് കഴിയുമ്പോഴാണ് ലൈക്ക് ആഗ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പറ്റിയ ഒരു ക്യാരക്ടർ. കാരണം അവൾ ലോൺലി, അവളുടെ ജീവിതത്തിൽ അവൾ ഒറ്റപ്പെട്ടിരിക്കണം. അപ്പോൾ ആര് വന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിന് ഓക്കെ ആയി പോകുന്ന ഒരു ക്യാരക്ടറാണ് ആഗ്നസ്. നേരെ മറിച്ച് സോയി ഭയങ്കരമായിട്ട് മനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ചൊരു സൈക്കോ എന്നൊക്കെ പറയാം, ഒരു മെസ്ഡപ്പ് ക്യാരക്ടർ. അവൾക്കിതൊരു ചാൻസ് ആയിരുന്നു ആഗ്നസിനെ വെച്ച് അവളുടെ ഫാൻറ്റസീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ്, അങ്ങനെ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് ഈ ബുക്കിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. സോ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ബുക്ക്. ബട്ട് നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് റീഡർ ആണ്, ഹൊറർസ് ഒക്കെ കുറച്ച് താങ്ങാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ദ റൈറ്റിംഗ് ഈസ് ഫാബുലസ്, അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് എൻ ആവറേജ് റീഡ് ഫോർ മീ. ഇനി ഞാൻ എൻ്റെ നെക്സ്റ്റ് ബുക്ക്, ഈ ബ്ലോഗിൽ വായിക്കുന്ന നെക്സ്റ്റ് ബുക്ക് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ അതിലൊന്ന് എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് ലാൻഡ്. റേറ്റിംഗ് 3.9 ആണ് വരുന്നത്. പേജസ് 272 pages ഉണ്ട് കേട്ടോ. സോ ഹാർഡ് കവർ ആയിട്ട്. സോ ഓൾമോസ്റ്റ് ഒരു 200 above pages ഉണ്ടായിരിക്കും. ഒരു ഫാന്റസി പാർക്കിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതാണ് ഇതിന്റെ മെയിൻ സ്റ്റോറി വരുന്നതെന്ന് തോന്നുന്നു. എനിവേ എനിക്ക് വേറൊരു ബുക്ക് കൂടെ വായിക്കണം എന്നുണ്ട്, വിച്ച് ഇസ് ഓക്കെ. ഇതും 3.9 ആണ് റിവ്യൂ. ബട്ട് ഇത് 110 പേജ് ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഐ വിൽ പിക്ക് ദിസ്. കാരണം എനിക്കിപ്പോൾ ഒരു ഷോർട്ട് ബുക്കാണ് വായിക്കാൻ താല്പര്യം. സോ ഡെഫിനറ്റ്ലി ഞാൻ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾസോ ഐ ഹാവ് അനദർ ബുക്ക് ഇൻ മൈ മൈൻഡ് വിച്ച് ഇസ് ദ പേഷ്യന്റ്. ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. അപ്പം ഞാൻ ക്രോസ് റോഡ്സ് വായിച്ചു കഴിഞ്ഞു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ 3 star റീഡ്. സോ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു 5 star അല്ലെങ്കിൽ ഒരു 4 above
റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയൊരു ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഈ വ്ളോഗിൽ. എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് പോസിബിൾ ആവുമെന്ന്. എനിവേ ക്രോസ് റോഡ്സ് ഒരിക്കലും ഡിസപ്പോയിൻറ്റിങ് ആയ ഒരു ബുക്കല്ല. നല്ല പ്രമിസ്, നല്ല കൂൾ പ്രമിസ് ഉള്ള ഒരു ബുക്കാണ്. ബട്ട് ദെൻ എന്തോ എനിക്ക് അത്രയും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ പ്രമിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഫാർ വുഡ് യു ഗോ ഫോർ എ ലവ്ഡ് വൺ ലൈക്ക് ടു ബ്രിങ് ദം ബാക്ക് ഫ്രം ഡെത്ത്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ. ഇതിലെ മെയിൻ ക്യാരക്ടർ ക്രിസ് ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ്. അപ്പോൾ അവൾക്ക് 2 വർഷങ്ങൾക്ക് മുന്നേ അവളുടെ മകനെ നഷ്ടപ്പെടും. മരിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് വേറെ ആരുമില്ല, അവൾ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അവളുടെ പില്ലർ ഓഫ് ലൈഫ് ആയിരുന്നു ഈ മകൻ. അപ്പോൾ പെട്ടെന്ന് മകൻ്റെ ആ ലോസ് അവൾക്ക് റിക്കവർ ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്രീഫാണ് ഈ ബുക്ക് കൊണ്ടുപോകുന്നത്. അവളുടെ ഗ്രീഫ് ഒരു പോയിന്റിലേക്ക് എത്തിക്കുന്ന ലൈക്ക് നമുക്ക് ചിന്തിച്ചു പോകും അവൾക്ക് വട്ടായി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പോയിന്റിൽ അവൾ ആ ഗ്രീഫ് എത്തിക്കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ചില സമയത്തൊക്കെ അവൾ അവനെ പ്രിറ്റൻഡ് ചെയ്യും, മകനെ അവിടെ ഉണ്ട്, അപ്പോൾ പ്രിറ്റൻഡ് ചെയ്തിട്ട് അവനോട് സംസാരിക്കും. മകൻ മരിച്ച ആ സ്ഥലത്ത് മിക്ക ദിവസവും അവൾ പോകും. അങ്ങനെ ഒരു ദിവസം പോകുമ്പോൾ അറിയാതെ കൈ അവളെ മുറിഞ്ഞിട്ട് അവിടെ ചോര ആ ലാൻഡിൽ വീഴും. അതിനുശേഷം അന്ന് രാത്രി അവന്റെ മകനെ കാണും, ലൈക്ക് ഒരു ചെറിയ ഗ്ലിംസ് ആയിട്ട്. അങ്ങനെ പിന്നെ അവൾ പലതും ചെയ്തു നോക്കും. ലൈക്ക് അവൾക്ക് വിലപ്പെട്ട സാധനങ്ങൾ അവിടെ പോയി കുഴിച്ചിടും. അതുപോലെ അവളുടെ മാരേജ് റിങ്, അവന്റെ സാധനങ്ങൾ, അവന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സാധനം, ബട്ട് അവരെ കാണാൻ പറ്റില്ല. അങ്ങനെ അവൾക്ക് മനസ്സിലാവും അവളൊരു ഓഫറിങ് തന്നെ കൊടുക്കണം, അവളുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഓഫറിങ്. അവൾക്ക് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളൊരു തിങ്കിങ് അവളുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് വളരെ ഒരു എന്താ പറയുക, ഗ്രീഫ് കാരണം സൈക്കോ ആയ ഒരാളുടെ മൈൻഡിലൂടെ ഉണ്ട്. അപ്പോൾ ആ ലെവലിലാണ് സ്റ്റോറി. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന അവള് തന്നെ സെൽഫ് ഹാം ചെയ്തിട്ട് പല പല ബോഡി പാർട്സ് കൊടുത്തിട്ട് അങ്ങനെ അവൾ അതിനോട് ഒരു അഡിക്റ്റഡ് ആവണ്. ലൈക്ക് എല്ലാ ദിവസവും അവൾക്ക് കാണണം എന്നുള്ള ആഗ്രഹം കൂടി വരും. അങ്ങനെ ഓഫറിങ്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവളുടെ ശരീരത്തിലുള്ള കാര്യങ്ങളാണ് അവള് ഓഫറിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രോസ് ആയിട്ട് തോന്നും, ലൈക്ക് ചില സമയത്ത് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നും. സോ അതാണ് ഈ ഓതർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റീഡറിന്. സോ ഇഫ് യു ലവ് അങ്ങനത്തെ കാര്യങ്ങൾ വായിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ഇത് വെറും 120 ലൈക്ക് ബിലോ 120 പേജസ് എങ്ങാണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. ഭയങ്കര എൻഗേജ്ഡ് ആണ്. അധികം ഓവറായിട്ടുള്ള എക്സ്പ്ലനേഷൻസോ ഡീറ്റെയിൽസോ ഒന്നുമില്ല. പെട്ടെന്ന് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു ബുക്കാണ്. ഒരു ബുക്കും കൂടി ഇതിൽ വായിക്കണം എന്നുണ്ട്, വിച്ച് ഈസ് ദ പേഷ്യൻ്റ്. അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ 3 ബുക്സും വായിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഡെഫിനറ്റ്ലി ഈ ബുക്ക് എനിക്ക് പ്രമിസ് ഭയങ്കര കൂൾ പ്രമിസാണ്. ഓൾസോ ഞാൻ ഇപ്പോൾ 80% ആയിട്ടോ. ഈ സ്റ്റോറി സെറ്റ് ചെയ്യുന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഈ മെന്റൽ അസൈലത്തിലെ ഒരു പുതിയ ഡോക്ടറായിട്ടാണ് നമ്മുടെ എന്താ പറയുക മെയിൻ കഥാപാത്രം എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള ഒരു പേഷ്യൻറ്റിനെ പറ്റി അവൻ അറിയുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ജോ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ്, ആ പേഷ്യൻറ്റിനെ ആരും തന്നെ ട്രീറ്റ് ചെയ്യില്ല. കാരണം എത്രയോ കാലങ്ങളായിട്ട് ആ പേഷ്യൻ്റ് ഒരു 6 വയസ്സ് തൊട്ടേ ആ ഹോസ്പിറ്റലിലുണ്ട്. ആരും അങ്ങോട്ട് അടുക്കാറില്ല. ഭക്ഷണം മാത്രം കൊണ്ടുകൊടുക്കും, മെഡിസിനും മാത്രം കൊണ്ടുകൊടുക്കും. ആരും ആ റൂമിലോട്ട് പോലും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വയലൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് ഒക്കെ ഓരോ കാരണത്താൽ മരിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യും. സോ അവൻക്ക് അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നോക്കണം എന്ന് നല്ല ആഗ്രഹം. അപ്പോൾ അവൻ ആ ഒരു കേസ് ഏറ്റെടുക്കണം. ആ കേസ് എടുത്തതിന് ശേഷമാണ് അവനക്ക് മനസ്സിലാവുക അവൻ വിചാരിച്ച പോലൊന്നല്ല കാര്യങ്ങളെന്ന്. അപ്പോൾ അവൻ ഭയങ്കര എന്താ പറയുക ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ആ പേഷ്യൻറ്റിൽ. അപ്പോൾ അതുപോലെയൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നതെന്നാണ് പിന്നെ നെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. ഐ എം റിയലി എൻജോയിങ് ദിസ്. അപ്പോൾ എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എന്തായാലും ഒരു 75% എത്തി. ഇനി ജസ്റ്റ് ട്വിസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സോ ഐ എം റിയലി ഹാവിങ് ഗ്രേറ്റ് ഫൺ. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ ബൈ. ദാറ്റ്സ് എ റാപ്പ്. ഈ ബ്ലോഗിൽ ലാസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞു. സോ അതൊരു 4 hour എങ്ങാണ്ട് എടുത്തുള്ളൂ കേട്ടോ. വളരെ ഷോർട്ടായിട്ടുള്ള ബുക്ക് തന്നെയാണ് അതും. ഈ വീഡിയോയിൽ ഞാൻ വായിച്ച 3 ബുക്കും തന്നെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള
ബുക്സാണ്. സോ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റി. ഞാനൊരു 2-3 ഡേ കൊണ്ടാണ് കേട്ടോ 3ഉം വായിച്ചു തീർത്തത്. ദ പേഷ്യൻ്റ് ബൈ ജാസ്പർ ഡിവിറ്റ് എനിക്ക് തോന്നുന്നു ബാക്കി 2 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് ലിറ്ററലി അതിൽ ഹൊറർ ഉണ്ടെങ്കിലും നമ്മളെ ഒരുപാട് സ്കെയറി ആക്കുന്ന ഹൊററല്ല, സൈക്കോളജിക്കലായിട്ടുള്ള ഹൊററാണ്. നമ്മളെ ഒരുപാട് സൈക്കോളജിക്കലി ഹേർട്ട് ചെയ്യുന്ന ഹൊറർ. സോ സൈക്കോളജിക്കൽ ഹൊററാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സെറ്റിംഗ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലും ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ ബാക്ക് സ്റ്റോറി കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഇൻ ദ മിഡിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയോട് കുറേയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് വൈ നൗ അവനിങ്ങനെ ആവാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ പറയില്ലേ ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ എൻഡിങ്ങിൽ ഇറ്റ് മേക്ക് സെൻസ്, എവറിത്തിങ് മേക്ക് സെൻസ്. സോ എനിക്ക് ആ ഒരു ലോജിക്ക് ഇഷ്ടമായി. ബട്ട് ദ എൻഡിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹൊറർ ബുക്കിലുള്ള പോലെ തന്നെയുള്ള ഒരു ആവറേജ് ഓപ്പൺ എൻഡിങ് ആണ്. ഐ റിയലി ഹാഡ് സോ മച്ച് ഫൺ റീഡിങ് ദിസ് ബുക്ക്. സോ ഐ ഹാഡ് റിയലി ഫൺ. എനിക്ക് ഈ 3 ബുക്സ് വായിക്കുമ്പോൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. സോ നിങ്ങൾ ഒരു ഹൊറർ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 3ഉം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഈസ് ദ പേഷ്യൻറ്റ്. സോ ഇഫ് യു വോണ്ട് സൈക്കോളജിക്കൽ ഓർ യു നീഡ് സംതിങ് ലൈക്ക് thriller, definitely check that out. എൻ്റെ ചാനലിൽ ഞാൻ ബുക്ക് റെക്കമെൻഡേഷൻസ്, ബുക്ക് റിവ്യൂ, ബുക്ക് റിലേറ്റഡ് സ്റ്റഫ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ് then please like, comment, share and subscribe, and I will see you with another vlog. Till then, bye bye and take care.